അപ്പോ ഒരാൾ മരിക്കാൻ കിടക്കാണ്. അവിടെ പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണോ? ചാൻ കിടക്കല്ലേ, അവ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ പറയേണ്ടതാണ്. ഒരാൾ മരിക്കാൻ പോണെങ്കിൽ ആദ്യം പറഞ്ഞു കൊടുക്കണേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം ഇത് ചെല്ലി മരിച്ചോളൂ. ഇച്ചിരി വിശന്ന് മരിച്ചാലും സ്വർഗത്തിലെത്തണം, ഇച്ചിരി വിശപ്പ് സഹിച്ചാലും നരകത്തിൽ പോകരുത്. അപ്പൊ അടിസ്ഥാനപരമായി നമ്മൾ നിർവഹിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രബോധനം തന്നെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്തത്. പറയണം തന്നെ ദാരിദ്ര്യത്തിലാണ്, പറയുന്ന ആൾ തന്നെ ദാരിദ്ര്യത്തിലാണ്. നമുക്കറിയാം, ഹന്തക്കിന്റെ കിടങ്ങ് കീറുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറ്റിൽ കല്ല് കെട്ടിയിരുന്നു എന്ന് ഹദീസിൽ കാണാം, ഇല്ലേ? പ്രയാസം സഹിച്ച്, ദാരിദ്ര്യം സഹിച്ചിട്ട് അവർ ഈ തൗഹീദ് പറഞ്ഞിട്ടുണ്ട്. ദാരിദ്ര്യത്തിന്റെ പേരിൽ തൗഹീദ് മാറ്റിവെച്ചിട്ടില്ല. അരി കൊടുത്തിട്ട് പിന്നെ ഇത് കൊടുക്കാം, ഏത് ഈ ആദർശം കൊടുക്കാം നിലപാട് ഒരിക്കലും പ്രവാചകന്മാർ സ്വീകരിച്ചിട്ടില്ല. അത് തെറ്റിദ്ധാരണ പിൽക്കാലഘട്ടത്തിൽ ആളുകൾ കടത്തിക്കൊണ്ടുവന്ന സിദ്ധാന്തം, മതത്തെ പരിഹസിക്കാൻ ഈ ദീനിന്റെ എതിരാളികൾ, യുക്തിവാദികൾ കടത്തിക്കൊണ്ടുവന്ന മുദ്രാവാക്യാണത്. എന്താ പ്രശ്നം? മതമല്ല 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 പ്രശ്നം, എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നമെന്ന കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യങ്ങൾ കടമെടുത്തുകൊണ്ടാണ് പിൽക്കാലഘട്ടത്തിൽ ചില ആളുകൾ തങ്ങളുടെ അഴകുഴമ്പ നയങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വിശക്കുന്നവന്റെ മുന്നിൽ വേദമോദിയിട്ട് കാര്യമില്ല എന്ന സിദ്ധാന്തം കൊണ്ടുവന്നത്. എന്നാൽ ഇത് പറയുമ്പോ നമ്മൾ വേറൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല എന്നല്ല അതിന്റെ അർത്ഥം. കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടെന്നല്ല അതിന്റെ അർത്ഥം. കയ്യടി കിട്ടുന്ന മാർഗങ്ങൾ മാത്രം തേടിപ്പിടിച്ച് അത് മാത്രം പ്രബോധനം ചെയ്താൽ മതിയെന്ന ചില രാഷ്ട്രീയ നിലപാടുകൾ, രാഷ്ട്രീയ മാർഗം സ്വീകരിച്ച ആളുകളുടെ നിലപാടുകൾ ഒരിക്കലും ഇസ്ലാമികമാണ് എന്ന് പറയാൻ സാധ്യമല്ല. ഇവിടുത്തെ നിരീശ്വരവാദികളും യുക്തിവാദികളും അതുപോലെ സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും ഒന്നിച്ച് മദ്യപാനത്തെ എതിർക്കുന്നെങ്കിൽ അവിടെ പോയിട്ട് മദ്യപാനത്തെ എതിർക്കുക. ഇവിടുത്തെ യുക്തിവാദികളും അതുപോലെ തന്നെ നിരീശ്വരവാദികളും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണകൂടം എല്ലാം കൂടെ ഒന്നിച്ച് ആൾ ദൈവത്തിനെതിരെ പടപൊരുതിയാൽ അപ്പോ ക്യാമ്പയിനുമായി പുറത്തിറങ്ങുക. അപ്പോ സമൂഹത്തിന്റെ ഒഴുക്കിനനുസരിച്ചുകൊണ്ട്, നിലപാടുകൾക്കനുസരിച്ചുകൊണ്ട് അജണ്ടകൾ സ്വീകരിക്കുന്ന ആ നിലപാട് കാപട്യമാണെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല.